ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. സസ് ഗാർഡൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് സെയിൽ വീഡിയോ അല്ല കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഡാലിയനെ പറ്റി വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. നമ്മുടെ കയ്യിലുള്ള ഡാലിയ കളക്ഷൻസ് ആണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് നമുക്ക് ഡാലിയ ഉണ്ട്. അപ്പം ഞാനിത് സെയിൽ അല്ല എന്ന് പറയാൻ കാരണം നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്ന പ്ലാന്റ് തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ ചൂട് കാലത്ത് ഡാലിയ സെയിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് തന്നെ ഡാലിയയ്ക്ക് ഡാമേജ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഓൺലൈനിൽ നമ്മുടെ ഈ ഡാലിയ ചെടികൾ സെയിൽ ചെയ്യാത്തത് കേട്ടോ. പക്ഷെ നമുക്ക് ഓഫ്ലൈനായിട്ട് നമുക്ക് ഡാലിയയുടെ സെയിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇടുക്കി നിയറസ്റ്റ്, അതായത് നെടുങ്കണ്ടം നിയറസ്റ്റ് ആർക്കെങ്കിലുമൊക്കെ ഡാലിയ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഡാലിയ ചെടികൾ വേണമെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്താൽ മതി. നമ്മുടെ കയ്യിൽ പ്ലാന്റ്സ് ആവശ്യം പോലെ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് എങ്ങാനും തീർന്നാലും നമുക്ക് ഈ കളേഴ്സ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി. ആ പ്ലാന്റ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഡാലിയയുടെ കെയറിങ് മറ്റു കാര്യങ്ങളും നോക്കാം. ഡാലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെയിൽ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് വെയിലത്തിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി തളർന്നു പോകുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഡാലിയ പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ കൊടുക്കുന്ന വെള്ളം കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കുക. കുറച്ച് വെള്ളം മാത്രമല്ല, കുറച്ച് ഏറെ വെള്ളം ഡാലിയയ്ക്ക് ഒഴിച്ചു കൊടുക്കുക. 2 നേരം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും ബെറ്റർ ആണ്. പിന്നെ ഇത് ഒരു വേനൽക്കാലം ആകുമ്പോഴത്തേന് ഈ പ്ലാന്റ് ഡോർമൻസിയിലോട്ട് പോകാറുണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ്സ് നിൽക്കും, അല്ലെങ്കിൽ ഈ പ്ലാന്റ് ഡോർമൻസിയിലോട്ട് പോകാറുണ്ട്. ഡോർമൻസിയിൽ പോയി കഴിഞ്ഞാൽ നോർമലി അതിൻ്റെ അടിയിൽ കിഴങ്ങുകൾ രൂപപ്പെടുക. അപ്പം നമ്മൾ കടകളിൽ നിന്നൊക്കെ ഡാലിയ പ്ലാന്റ്സ് വാങ്ങിക്കുമ്പോഴത്തേന് അല്ലെങ്കിൽ ഡാലിയയുടെ കിഴങ്ങുകളായിരിക്കും കൂടുതൽ വാങ്ങിക്കുന്നത് അല്ലേ. അത് പകുതി ആൾക്കാർക്കും പിടിച്ച് കിട്ടാറില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പിടിച്ച് കിട്ടാത്തതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ വാങ്ങിക്കുന്ന കിഴങ്ങ് ഒരിക്കലും ഹെൽത്തി ആയിരിക്കില്ല. ഇങ്ങനെ വാടി തളർന്ന കിഴങ്ങുകളാണെങ്കിൽ അത് പിടിച്ച് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഫ്രഷ് ആയിട്ടുള്ള കിഴങ്ങുകൾ എപ്പോഴും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാലിയ നമുക്ക് പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം നഴ്സറിയിലും ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഡാലിയയുടെ കട്ടിങ്സ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കട്ടിങ്സ് മുളച്ച് കിട്ടുന്നതായിരിക്കും. പെട്ടെന്ന്, അതായത് കുറച്ച് ഒടിച്ച് വെച്ചാൽ മതി, പെട്ടെന്ന് ഡാലിയയുടെ കട്ടിങ്സ് നമുക്ക് മുളച്ച് കിട്ടുന്നതായിരിക്കും. അങ്ങനെയാണ് കൂടുതൽ പ്ലാന്റ്സ് നമുക്ക് നഴ്സറികളിലൊക്കെ ഡാലിയയുടെ കട്ടിങ്സ് വെച്ചിട്ടാണ് പുതിയ പുതിയ ഇഷ്ടംപോലെ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ഓരോ പ്ലാന്റ്സിൻ്റെ വലുപ്പം കണ്ടു. നമ്മുടെ കൈകളിൽ ഇതിലും വലിയ പൂക്കളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൈകളിൽ നിൽക്കുന്നതിനേക്കാളും വലിയ പൂക്കളായിരിക്കും ഈ ഡാലിയയ്ക്ക് നമുക്ക് കിട്ടുന്നത്. കാരണം ഈ ഡാലിയ നമ്മുടെ ഇടുക്കി, വയനാട് ജില്ലകളിൽ മാത്രം, അതായത് തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ഇത്രയും വലിയ പൂക്കൾ കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പൂക്കൾ ചെറുതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് പല ആൾക്കാരും ഡാലിയ വാങ്ങിയിട്ട് എനിക്ക് പൂക്കൾ ഉണ്ടാവണില്ല, അല്ലെങ്കിൽ ഉണ്ടാവുന്ന പൂക്കൾ ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിനെ നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഡാലിയ ചെടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പെട്ടെന്ന് തന്നെ പൂക്കൾ നമുക്ക് എന്താണ് ചെറുതായി പോകാറുണ്ട് ഇവിടുന്ന് ചൂടുള്ള പ്രദേശങ്ങളിലേക്ക് പ്ലാന്റ്സ് ചെന്ന് കഴിഞ്ഞാൽ. ഇനി പ്ലാന്റ്സ്, അതായത് ഫ്ലവർ ഉണ്ടാവുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരോട് നമ്മൾ പ്ലാന്റ്സ് എപ്പോഴും ഒരു തണുപ്പുള്ള ഒരു ഏരിയയിൽ നോക്കി വെക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ 13-27-27 എന്ന റേഷ്യോയിലുള്ള NPK നമ്മുടെ 19-19 ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. DAP ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഫ്ലവർ അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ നമുക്ക് പ്ലാന്റ്സിനെ പറ്റിയിട്ട് ഇതിന് പറയുന്ന പറഞ്ഞാൽ, നോർമലി നമ്മൾ ഉള്ള പോട്ട് മിക്സ് ഒക്കെ മതി. ചുമ്മാ പറമ്പിൽ കടന്നാലും കിളിർത്ത് വരുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു ഡാലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇടുക്കിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മഴക്കാലം ആകുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ വേനൽക്കാലത്ത് ഈ ഒരു പ്ലാന്റ് ഡോർമൻസിയിലോട്ട് പോകും. ഇതൊക്കെ നല്ല വലിയ പ്ലാന്റാണ് കേട്ടോ. എൻ്റെ 2 കൈകളിൽ നിൽക്കുന്നതിനേക്കാളും വലിയ പ്ലാന്റാണ് ഇതൊക്കെ. ഫ്ലവറാണ്. അപ്പം നമ്മുടെ ഇടുക്കിയിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലം ആകുമ്പോഴത്തേന് ഈ ഡാലിയ നന്നായിട്ട് ഉണ്ടായി വരും. കാരണം വേനൽക്കാലത്തിലേക്ക് ഡോർമൻസി പോകുന്ന പ്ലാന്റിൻ്റെ അടിവശത്ത് കിഴങ്ങുകൾ ഉണ്ടാവും. അത് മഴക്കാലം ആകുമ്പോഴത്തേനും മുളച്ചു വരും. നന്നായിട്ട് വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ മുളച്ചു വരും. അതായത് ഓണത്തിൻ്റെ സമയത്ത് ഇടുക്കിയിലുള്ള ഒട്ടുമിക്ക വീടുകളുടെ ഫ്രണ്ടിൽ പല കളറിലുള്ള ഡാലിയ ചെടികൾ ഉണ്ടാവും. നമ്മൾ പ്രത്യേകിച്ച് പരിചരണം ഒന്നും വേണ്ട, അത് തന്നെ മുളച്ചു വന്നോളും. ഇനി വളം കൊടുത്തില്ലെങ്കിലും അത് നല്ല വലിയ പൂക്കളായിരിക്കും ഉണ്ടാവുന്നത്. അത് ഇവിടുത്തെ മണ്ണിൻ്റെയും തണുപ്പിൻ്റെയും കൂടുതൽ കൊണ്ട്, നല്ല മണ്ണായതുകൊണ്ടും തണുപ്പ് കൂടുതലായതുകൊണ്ടുമാണ് നമുക്ക് നല്ല നല്ല വലിയ പൂക്കളുണ്ടാകും. നോക്കത്താ ദൂരത്തോളം ഡാലിയ ചെടികൾ ഇങ്ങനെ പടർന്ന് നിൽക്കുകയാണ്. ഇതിനകത്ത് ഏകദേശം ഒരു 8 കളേഴ്സോളം ഉണ്ട്. അതായത് ഓറഞ്ച്, മഞ്ഞ, ഈ ഒരു വയലറ്റിനകത്ത് വൈറ്റ് വരുന്ന കോമ്പിനേഷൻ, റെഡിനകത്ത് വൈറ്റ് വരുന്ന കോമ്പിനേഷൻ, അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് പ്ലാന്റ്സ് വേണ്ടവർ, നിയറസ്റ്റ് ഉള്ളവർ മാത്രം നമുക്ക് ഓർഡർ തരിക. അല്ലാത്ത പക്ഷം നമുക്ക് ഓൺലൈനിൽ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ജൂൺ മുതലായിരിക്കും. ആ ഒരു സമയത്ത് കുറച്ച് മഴയും ചൂടിൻ്റെ കുറവും മൂലം നമുക്ക് പ്ലാന്റ്സ് ഇഷ്ടംപോലെ സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ പ്ലാന്റ് ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നില്ല, കോട്ടയം ജില്ലകളിലൊക്കെ പ്ലാന്റ്സ്, അതായത് ഫ്ലവർ ചെയ്തേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വിശ്വസിച്ച് പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റും കൂടെ പറഞ്ഞേക്കാം. ഇത്രയും ഫ്ലവറുള്ള, ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 100 രൂപ.
രൂപയാണ്, ഒരു പ്ലാന്റിന് 100 രൂപയാണ് വരുന്നത്. അപ്പം നമ്മൾ നേരത്തെ ഓൺലൈനിൽ സെയിൽ ചെയ്തിരുന്നു, ഇപ്പോഴാണ് നമ്മൾ ഓൺലൈനിൽ സെയിൽ ചെയ്യാത്ത കേട്ടോ. 2 ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഈ പ്ലാന്റ് മൊത്തത്തോടെ കരിഞ്ഞു പോകാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അപ്പം നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് ചൂട് കൂടുതലുള്ള സ്ഥലത്ത്, ഇവിടെ 2-3 ദിവസമൊക്കെ നിൽക്കും, അടിയിൽ കിഴങ്ങില്ലെങ്കിൽ പ്ലാന്റ് മൊത്തത്തോടെ പോകും. അപ്പം ഡാലിയ ചെടികൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ വിലയേറിയ കമൻസിന് വേണ്ടി ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.